ഹായ് മക്കളെ, അപ്പം നമ്മുടെ മോഡൽ എക്സാം ഇങ്ങനെ അടുത്തു അല്ലേ? +1 മോഡൽ എക്സാം ഇങ്ങോട്ട് അടുത്തു. എനിക്കൊരു കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചകൾ മാത്രമേ നമുക്ക് അങ്ങോട്ടുള്ളൂ. അപ്പോൾ ഈ 2 ആഴ്ച നമുക്ക് എങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ മാത്സിൻ്റെ ചാപ്റ്ററുകൾ എങ്ങനെ പഠിക്കാം എന്ന് നമ്മളൊന്ന് വളരെ കൃത്യമായിട്ട് വളരെ അടിപൊളിയായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് മാത്സിൻ്റെ കുറച്ച് ചാപ്റ്ററുകളുണ്ട്. ആ മാത്സിൻ്റെ ചാപ്റ്ററുകൾ എങ്ങനെ വളരെ കൃത്യമായിട്ട് പഠിക്കാം എന്ന് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം. നമുക്ക് മൊത്തം എത്ര ചാപ്റ്ററുകളുണ്ട്? മൊത്തം എത്ര ചാപ്റ്ററുകളുണ്ട്? 14 ചാപ്റ്ററുകളുണ്ട്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും, എന്താണ് 14 ചാപ്റ്ററുകൾ, ഇനി 14 ദിവസമുള്ളൂ, അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ കൊണ്ട് തീർക്കണം, അയ്യോ എൻ്റെ പ്രശ്നമാണല്ലോ. അങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട. ഇതിൽ വേറെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോളാം. നമുക്ക് മൊത്തം 14 ചാപ്റ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, മൊത്തം 14 ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേട്ടല്ലോ, ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ മാർക്ക് ഇത്രയും മാർക്കിനാണ് പ്രതീക്ഷിക്കാവുന്നത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ ചാപ്റ്ററിലെ എല്ലാ മാർക്കുകളും കൂടി കൂട്ടിയാൽ നമുക്ക് ഇപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 60 കിട്ടും. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് എക്സാമിന് ചിലപ്പോൾ 60 മാർക്കിനായിരിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉണ്ടാകുന്നത്. കാര്യം എന്താ? ഓർ ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ടുണ്ടാകും. ഓർ ക്വസ്റ്റ്യനുകൾ കൂടി ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാർക്കിനേക്കാളും ഒരു 2 മാർക്ക് വരെയും അധികം പ്രതീക്ഷിക്കാം. അതായത് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 4 മുതൽ 6 വരെയും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇവിടെ നോക്കി, ലീനിയർ ഇനിക്വാളിറ്റീസ്, ഇതിൽ നിന്ന് 3 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് 3 മുതൽ 5 വരെയൊക്കെ പ്രതീക്ഷിക്കാം വേണമെങ്കിൽ. അടുത്തത് നോക്ക്, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്ന് 6 മാർക്കിനാണ് ചോദ്യം പ്രതീക്ഷിക്കേണ്ടത്. അത് ചിലപ്പോൾ ഒരു 6, 7, 8 വരെ പോയെന്നിരിക്കാം. കേട്ടല്ലോ, അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന മാർക്ക് ഒരു ബേസ് മാർക്കാണ്. ആ മാർക്കിനേക്കാളും ഒരു ചെറിയ വ്യത്യാസം പ്രതീക്ഷിക്കാവുന്നതാണ്. കേട്ടല്ലോ, അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാലും ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ബേസുകളെല്ലാം സെയിം ആണ്. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി 3 മാർക്കേ ഉള്ളൂ, ഈ ലീനിയർ ഇനിക്വാലിറ്റി 3 മാർക്കേ ഉള്ളൂ, കോംപ്ലക്സ് നമ്പേഴ്സ് 3 മാർക്കേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ അത്രയും ഏറ്റവും കുറവ് ആയിരിക്കും അതിൻ്റെ അകത്തുനിന്ന് ചോദിക്കുന്നത്. മാക്സിമം 1, 2 ചോദ്യങ്ങൾ എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. കേട്ടല്ലോ, അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മാർക്കിൽ നിന്നും 1, 2 മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം. കേട്ടല്ലോ, ഇനി എങ്ങനെ ഈ 14 ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിക്കാം? ഞാൻ 2 പ്ലാൻ പറഞ്ഞുതരാം. കാര്യം എല്ലാവരും യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന 2 പ്ലാനുകൾ പറഞ്ഞുതരാം. ഒരു പ്ലാൻ എയും പറയാൻ പോവുകയാണ്, ഒരു പ്ലാൻ ബിയും പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ എടുക്കാം. ഈ 2 പ്ലാനും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒരു കാര്യം കൂടി പറയും, അതൊന്ന് ശ്രദ്ധിച്ചോളാം. കേട്ടല്ലോ, വീഡിയോയുടെ അവസാനമല്ല, ഈ 2 പ്ലാനും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യും, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ നോക്കിയേ, ഈ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ എളുപ്പമുള്ള ചാപ്റ്ററുകൾ ഞാൻ ആദ്യം പഠിക്കും. എന്താണ് ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത്? പ്ലാൻ എ പറയുന്നത് എന്താണ്? എളുപ്പമുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ ആദ്യം പഠിച്ചു. എന്താണ്? എളുപ്പമുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ ആദ്യം പഠിച്ചു. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവരുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ എളുപ്പമുള്ള ഒരു 5 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഒരു 2 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു തോന്നൽ വരും, ദൈവമേ ഞാൻ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, 14 ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് 5 എണ്ണം ഞാൻ പഠിച്ചു കഴിഞ്ഞു, എനിക്ക് ഒരു പോസിറ്റിവിറ്റിയൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. അതായത് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ആദ്യം പഠിക്കാം. ഇവിടെ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കുറച്ച് ചാപ്റ്ററുകളായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത്, ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ പറഞ്ഞു തരുന്നതും പിന്നെ ഇത്രയും നാൾ നമ്മൾ പഠിപ്പിച്ചതിൻ്റെ ഒരു ബേസ് വെച്ച് ജനറലായിട്ട് ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമല്ലെന്ന് തോന്നാം, പിന്നെ ഞാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പമായിട്ടൊക്കെ തോന്നാം. ചെറിയ മാറ്റങ്ങളൊക്കെ വരും, എന്നാലും ഒന്ന് ക്ഷമിച്ചേക്ക്. അതായത് നിങ്ങൾ തന്നെ നോക്കി, ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര എളുപ്പമല്ലേടാ? ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമുക്ക് പറയാവുന്ന ഭയങ്കര എളുപ്പമുള്ള വേറൊരു ചാപ്റ്ററാണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഭയങ്കര എളുപ്പമാണ്. അതുപോലെ ലീനിയർ ഇനിക്വാലിറ്റീസ് ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഏതാണ്? ബൈനോമിയൽ തിയറം ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഏതാണ്? ഇൻട്രൊഡക്ഷൻ ടു 3D ഭയങ്കര എളുപ്പമാണ്. പിന്നെ പ്രോബബിലിറ്റിന്ന് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെ എന്താണ്, മലമറിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ പഠിക്കാനില്ല, വളരെ വളരെ ചെറിയ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ചാപ്റ്ററുകൾ എളുപ്പമുള്ള ചാപ്റ്ററുകളല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ, അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ ഈ സെഷനിലില്ല. 7 ചാപ്റ്ററുകൾ ഏകദേശം എളുപ്പമാണ്. ഇത് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ ഒരു 2 or 3 ദിവസം കൊണ്ട് അത് മൊത്തം നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ച് തീർക്കാൻ പറ്റും. കേട്ടല്ലോ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോംപ്ലക്സ് നമ്പേഴ്സും ലീനിയർ ഇനിക്വാലിറ്റിയും
ബൈനോമിയൽ തിയറം എന്നൊക്കെ പറയുന്നത് ഇവിടെ വളരെ 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 ചെറിയ ചാപ്റ്ററുകളാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറുകൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന ഏറ്റവും എളുപ്പമുള്ള കുറച്ച് ചാപ്റ്ററുകൾ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കാം കേട്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇതിനേക്കാളും കട്ടി കൂടിയ കുറച്ച് ചാപ്റ്റർ ഉണ്ട്, ഇതിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടിയ ചാപ്റ്ററുകൾ. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 7, 8, പിന്നെ ആരെ പറയാം നമുക്ക്, ഇവനെ പറയാം നമുക്ക് വേണമെങ്കിൽ 9, പിന്നെ ആരെ പറയാം, അതെ 10 ഇവനെ പറയാം. ഇവൻ്റെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നത് GP മാത്രമേ ഉള്ളൂ കേട്ടല്ലോ. 10, പിന്നെ ഇവനെ പറയാം 11 കേട്ടല്ലോ. ഇപ്പം ഞാൻ 4 പേരെ പറഞ്ഞിട്ടുണ്ട്. അവർ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, പക്ഷെ എന്നാലും നമുക്ക് അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ തരുന്ന ആൾക്കാരൊക്കെയാണ് ഈ 4 പേര്. 8, 9, 10, 11 ഓറഞ്ച് കളറിൽ എഴുതിയിരിക്കുന്നവർ. അത് ഇത്തിരി കുറച്ച് പ്രശ്നം തരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ പഠിക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടി വരും, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കേണ്ടി വരും. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയടാ. 11 കഴിഞ്ഞിട്ട് 12, നോക്കിയേ 13, നോക്കിയേ 14. ഓക്കെ അല്ലേ? 3 ചാപ്റ്ററുകൾ. ഈ 3 ചാപ്റ്ററുകളായിരിക്കും നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറയുന്ന ചാപ്റ്ററുകൾ കേട്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറയുന്ന ചാപ്റ്ററുകൾ. ഈ ട്രിഗ്നോമെട്രി, സ്ട്രെയിറ്റ് ലൈൻസ്, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇതിൻ്റെ അകത്ത് ഈ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച് ഒരു കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ട്രിഗ്നോമെട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ ഇക്വേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് കാണാതെ പഠിച്ച് എടുക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഈ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്ര പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷെ ചില ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ 3 ചാപ്റ്ററുകൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നിന്നും പച്ച കളറിൽ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് വളരെ എളുപ്പമുള്ള ചാപ്റ്ററും അതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളാണ് ആ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ചുവപ്പ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററിലേക്ക് കടക്കാം കേട്ടല്ലോ. ഇത് ഒരു പ്ലാൻ. ഇനി രണ്ടാമത്തെ പ്ലാൻ പറയുന്നത് ശ്രദ്ധിച്ചോളണം. ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ആദ്യം പഠിക്കുക. വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ മാർക്ക് കൂടിയ ചാപ്റ്ററുകൾ ആദ്യം പഠിക്കുക. അപ്പോൾ അടുത്ത ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ചാപ്റ്റർ, ഇപ്പോൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് 6 മാർക്കാണ്. ആ കോംപ്ലക്സ് നമ്പറും ബൈനോമിയൽ തിയറവും ഒരുമിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ആദ്യം ചെയ്യാം. വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റേജ് കൂടിയത് ഒന്ന് ഇവനാണ്, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. പിന്നെ ഈ 5 മാർക്കിന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുകളില്ലടാ, ട്രിഗ്നോമെട്രി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2. പിന്നെ 5 മാർക്കിന് പറഞ്ഞേക്കുന്ന ഇവൻ പെർമ്യൂട്ടേഷൻ കേട്ടോ. മിക്കവരും വിട്ടുപോകുന്ന ഒരു ചാപ്റ്ററാണ് ഈ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുകൾ. അത് എളുപ്പമാണെന്ന് കരുതി അതിൻ്റെ അകത്ത് കുറേ ചോദ്യങ്ങൾ ചെയ്യാതെ വിട്ടുകളയും. അപ്പോൾ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻസ്, പിന്നെ ആരാണ് കോണിക് സെക്ഷൻസ്, അവസാനം സ്റ്റാറ്റിസ്റ്റിക്സ് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ കുറച്ച് പഠിക്കാനുള്ളതാണ്, അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഇത്രയും ചാപ്റ്ററുകളാണ് നമുക്ക് വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ. നോക്കിയേ, ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് മുതൽ മൊത്തം 7 ചാപ്റ്ററുകൾ. അത് കഴിഞ്ഞിട്ട് 4 മാർക്കിന് ചോദിക്കുന്ന കുറച്ച് ചാപ്റ്ററുകളുണ്ട്. 4 മാർക്കിന് ചോദിക്കുന്ന ഒന്ന് ഇവിടുന്ന് തുടങ്ങാം, സെറ്റും റിലേഷനും അല്ലേ. അത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ രണ്ടും കമ്പൈൻഡ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. ഏറ്റവും അവസാനം പ്രോബബിലിറ്റി. ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ വളരെ ചെറിയ ചാപ്റ്ററുകൾ. ബാക്കി ആ 3 മാർക്കിന് കിടക്കുന്ന ചാപ്റ്ററുകളില്ലടാ. അത് വളരെ ചെറിയ ചാപ്റ്ററുകളാണ്. നിങ്ങൾക്ക് ഒരു ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ 3 പഠിച്ച് തീർക്കാൻ പറ്റും കേട്ടല്ലോ. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ. അപ്പോൾ ബാക്കിയുള്ളത് ഏതാണ്? 11, 12, 13, 14. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം, മാർക്ക് കൂടിയ ചാപ്റ്ററുകൾ ആദ്യം പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞ ചാപ്റ്ററിലേക്ക് പോവാം കേട്ടല്ലോ. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററിലേക്ക് പോവാം. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ആപ്റ്റ്? എളുപ്പമുള്ള ചാപ്റ്റർ ആദ്യം പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ മാർക്ക് കൂടിയ ചാപ്റ്ററുകൾ ആദ്യം പഠിക്കുന്നതാണോ നിങ്ങൾക്ക് നല്ലത്?
എന്ന് നോക്കി നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല പ്ലാൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മൊത്തം എത്ര ചാപ്റ്ററുകളുണ്ട്? 14 ചാപ്റ്ററുകളുണ്ട്. മൊത്തം എത്ര ചാപ്റ്ററുകളുണ്ട്? 14 ചാപ്റ്ററുകളുണ്ട്. ഈ 14 ചാപ്റ്ററുകളും ചിലപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് മുമ്പ് പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചു നോക്കും. മോഡൽ എക്സാമിന് മുമ്പ് പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് മോഡൽ എക്സാമിന് പോകരുത്. പകരം നിങ്ങളിപ്പോൾ ഒരു 8 ചാപ്റ്ററേ നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ആ 8 ചാപ്റ്ററുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ആ ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർത്തിട്ട് വേണം മോഡൽ എക്സാമിന് പോകാൻ. ആ 8 അല്ലെങ്കിൽ 10 ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിച്ചു തീർത്തിട്ട് പോകണം. കാര്യം എന്താ? ഇത് കഴിഞ്ഞാൽ ഉടനെ മോഡൽ എക്സാമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു തീർത്ത് വെച്ചിരിക്കുന്ന ചാപ്റ്റർ വീണ്ടും ഒരു തവണ കൂടി ആദ്യം മുതൽ പഠിക്കാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എത്ര ചാപ്റ്ററുകൾ മോഡൽ എക്സാമിന് പഠിക്കുന്നുണ്ടോ, അത് കൃത്യമായിട്ട് പഠിക്കുക. അവിടുന്ന് ഇവിടുന്ന് വെറുതെ മാർക്ക് കിട്ടാൻ പഠിക്കരുത്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ചെറിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഈ ലീനിയർ ഇനിക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ ലീനിയർ ഇനിക്വാലിറ്റി മുഴുവനായിട്ട് പഠിച്ച് തീർത്തിട്ട് പോവുക. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോകരുത്. കേട്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിന് എത്ര ചാപ്റ്ററുകൾ പഠിക്കുന്നോ അത് മുഴുവനായിട്ടും പഠിച്ച് തീർത്തിട്ട് പോകാൻ ശ്രമിക്കുക. കേട്ടല്ലോ. അപ്പോൾ ഇനിയും നമ്മളുടെ മുൻപിൽ മോഡൽ എക്സാം വരെ 15 ദിവസങ്ങളുണ്ട്. നിങ്ങളൊരു ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററുകളുടെ ഒരു 3/4 ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. മുഴുവൻ വേണമെങ്കിൽ കവർ ചെയ്യാം, പക്ഷെ ബാക്കിയുള്ള സബ്ജക്റ്റുകളൂടി ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേട്ടല്ലോ. നിങ്ങൾ പഠിക്കുന്നത് ഏത് ചാപ്റ്ററുകളാണോ ആ ചാപ്റ്ററുകൾ ക്ലിയർ ചെയ്ത് പോവുക. ഇനിയിപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഏത് പ്ലാൻ വേണമെങ്കിലും എടുക്കാം. എളുപ്പമുള്ള ചാപ്റ്ററിൽ നിന്നും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററിലേക്ക് പോകാം, അല്ലെങ്കിൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിൽ നിന്നും കുറഞ്ഞ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന പ്ലാൻ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്കറിയാനാണ് നിങ്ങൾ ഏത് എളുപ്പമുള്ളതാണോ, എളുപ്പമുള്ളതിൽ നിന്ന് കൂടിയതിലേക്കാണോ, മാർക്ക് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണോ നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതായത് എന്താണ് എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരു പ്ലാൻ എ ആണ്. ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നവർ പ്ലാൻ ബി ആണ്. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത പ്ലാൻ ഏതാണെന്ന് വേഗം കമൻറ്റ്. ഇന്നിപ്പോൾ നമുക്ക് സമയമില്ല, വേഗം പഠിച്ചു തുടങ്ങിക്കോളൂ. മക്കളെ, ഒരു കുഞ്ഞു കാര്യം കൂടി, വളരെ കുഞ്ഞു കാര്യം. ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എവിടെ നോക്കി പഠിക്കണം, എങ്ങനെയാണെന്നും പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എഡ്യൂപോഡ് വീണ്ടും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കോഴ്സ് ഫീ പിന്നെയും കുറച്ചിട്ടുണ്ട്. എന്താണ്? 1799 എല്ലാ സബ്ജക്റ്റുകളും, എല്ലാ ചാപ്റ്ററുകളും, എല്ലാ ക്വസ്റ്റ്യനുകളും, ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. എന്താണ്? റെക്കോർഡഡ് ലൈവ് ക്ലാസ് കിട്ടും, ഡെയിലി ക്ലാസ്സസ്, യൂണിറ്റ് വൈസ് എക്സാംസ് കിട്ടും, ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ് കിട്ടും. പിന്നെ നമ്മുടെ അഡാപ്റ്റ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ്. നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനും നിങ്ങൾക്ക് ഒരാളുണ്ടാവും. പിന്നെ സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകളുണ്ട്, അത് ഇവിടുത്തെ പ്രത്യേകതയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡെയിലി നൈറ്റ് റിവിഷൻ ലൈവ്സുകളുണ്ട്. നമുക്ക് നൈറ്റ് ക്ലാസ് ഒക്കെ പോലെ നൈറ്റ് റിവിഷൻ ലൈവുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ ബാച്ചിൻ്റെ പൈസ കുറച്ചിരിക്കുകയാണ്. 1799 ആണ് നമ്മളുടെ ചാർജ് വരുന്നത്. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് February 3 തൊട്ടടുത്ത ദിവസമാണ്, നാളെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചേരാൻ താല്പര്യമുള്ളവരെല്ലാവരും താഴെ ഞാനൊരു ഫോം ഇട്ടിരിക്കാം, അത് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഒരു നമ്പർ സ്ക്രോൾ പോകുന്നുണ്ടായിരിക്കും, അതിൻ്റെ അകത്തേക്ക് വിളിച്ചു ചോദിക്കുക. കേട്ടല്ലോ, ചേരാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിന് എല്ലാ ചാപ്റ്ററുകളും, എല്ലാ സബ്ജക്റ്റുകളും, എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ അല്ലേ?